ഹലോ ഗൈസ്, കൽപന്തു ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം ഫർസീൻ, രോഹിത്, ശ്യാം. Thank you. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ടീമിന് ടൈറ്റിലേക്ക് എന്തുമാത്രം സാധ്യതകളാണുള്ളത്? രോഹിത്. റൊണാൾഡോന്റെ പോർച്ചുഗൽ ടീമിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു ടീം തന്നെയുണ്ട് അവർക്ക്. അവരുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എന്താ പറയാ, റൂബൻ ഡയാസിനെ പോലത്തെ ഒരു ഡിഫൻഡർ ഉണ്ട്, പെപ്പേനെ പോലത്തെ ഒരു ഓൾഡ് ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ പോലത്തെ ഒരു ഡിഫൻഡർ ഉണ്ട്. മെയിൻ മാച്ചസിലൊക്കെ വരുമ്പോൾ പെപ്പേന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, ഡാനിലോ പെരേര ഉണ്ട്. അതുപോലെ തന്നെ വേറെ റൂബൻ നെവസ്, അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് അവരുടെ മിഡ്ഫീൽഡിൽ. ഇതിലേക്കൊക്കെ വരുമ്പോൾ താരതമ്യേന അവരെ സ്ക്വാഡ് ഒരു ബാലൻസ് സ്ക്വാഡാണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് ബിഗ് ഗെയിംസ് വരുമ്പോൾ അവരുടെ ടീം മൊത്തത്തിൽ ഒരു ഒത്തൊരുമയോടുകൂടി പെർഫോമൻസ് തീരെ വരുന്നില്ല. അതിനി റൊണാൾഡോന്റെ ആ ഒരു എറഗൻസ് ആ ടീമിനെ അഫക്ട് ചെയ്യുന്നതാണോ അതോ ആ ടീം മൊത്തത്തിൽ ഡൗൺ ആയതാണോ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും നല്ലൊരു ഈവൻ അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാലും ഫെലിക്സ്, അതുപോലെ ഈ ഫുൾ ബാക്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ക്യാൻസലോ ഉണ്ട്. അതുപോലെ ക്യാൻസലോവും ഡാലോട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഫെലിക്സ് ഉണ്ട്, റാഫേലിയാവ് ഉണ്ട്, ബെർണാഡോ സിൽവനെ ഒരു വിങ്ങിൽ വേണമെങ്കിൽ അവർക്ക് കളിപ്പിക്കാം. അവർക്ക് പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് കോച്ച് കളിപ്പിക്കുന്ന പോലെ ഇരിക്കും. കപ്പിന്റെ സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് ഒരു മേ ബി ക്വാർട്ടർ, അതിന്റെ അപ്പുറം എനിക്ക് അവരിൽ നിന്ന് ഹോപ്പില്ല. എന്തോ ഒരു ഒത്തൊരുമയുടെ ഒരു സ്പാർക്കിന്റെ കുറവുണ്ട്. ലൈക്ക് അർജന്റീന ആയിട്ട് പോർച്ചുഗലിനെ എല്ലാവരും കമ്പയർ ചെയ്യുള്ളൂ മെസ്സി കളിക്കുന്നതുകൊണ്ട്. അർജന്റീന കളിക്കുന്നത് മെസ്സിക്ക് ഒരു ടൈറ്റിൽ എന്ന നിലയ്ക്ക് ലിറ്ററലി അവർ മെസ്സിനെ അവരെ ഗോഡ് ഫാദർ പോലെ കൺസിഡർ ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. അതുപോലെ അല്ല പോർച്ചുഗലിന് കളി വരുന്നത്. റൊണാൾഡോക്ക് വേണ്ടിയിട്ട് അവർ അക്കംപ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല. അതുകൊണ്ട് അവരെ പല ടൈമിലും എനിക്ക് ഒരു വിന്നിങ് സ്പിരിറ്റ് ലാക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോയുടെ ആദ്യം തൊട്ടേ പറയുന്നത് പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ടീം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് രോഹിത് പറഞ്ഞു വരുന്നത്. ഫർസീൻ. അതിലെ രോഹിത് യോജിച്ചു. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോനെ മുന്നിൽ നിർത്തിയിട്ട് മെസ്സിനെ അർജന്റീന പ്രൊജക്ട് ചെയ്യണോ, ഈവൻ ബ്രസീൽ നെയ്മറിനെ പ്രൊജക്ട് ചെയ്യുന്ന പോലെ ഇപ്പൊ റീസെന്റ് ടൈമിൽ റൊണാൾഡോനെ അവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. സ്ക്വാഡ്, ഈ നാഷണൽ ടീമോ കമ്മിറ്റി ഒന്നുമല്ല, സ്ക്വാഡിലെ പ്ലേയേഴ്സ് അങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ പാട്രിയോട്ടിസം എനിക്ക് തോന്നുന്ന ടീമിനിടയിൽ എന്തോ കുറവുള്ള പോലെ ഉണ്ട്. രാജ്യത്തിന് വേണ്ടി കളിക്കാനുള്ള ഡെഡിക്കേഷൻ പോർച്ചുഗൽ ടീം അധികം കാണാറില്ല. ലതാർച്ചിക്കായിട്ട് കളിക്കുന്ന മാതിരി കുറച്ചും കൂടി ഈസി ഗോ കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മെയിൻ കെമിസ്ട്രി ലൈനാണ് മെയിൻ തമ്മിൽ. ഗെയിമിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സ്ക്വാഡിൽ ഒരു എന്ത് പറയുന്ന ഗ്രൂപ്പിസം, ഒരു ഫോക്കസ് പോലെ വേറെ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നു ഓൾറെഡി. ഇപ്പൊ സ്ക്വാഡിന്റെ വീഡിയോസ് പോസ്റ്റ് എല്ലാം കാണുമ്പോൾ ഓരോ ഗ്രൂപ്പ് ആയിട്ട് പ്ലേയേഴ്സ് വേറെ. അത് അർജന്റീന അങ്ങനെ ഒരിക്കലും ആണ്. അർജന്റീന, ബ്രസീൽ അക്കംപ്ലിഷ് ആയിട്ട് ഈ ഫ്രാൻസിലൊന്നും അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ പോർച്ചുഗൽ സ്ക്വാഡിനെ പറയാൻ ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ്, ഇംഗ്ലണ്ടിനൊപ്പം ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ് പോർച്ചുഗലായിരിക്കും. ടാലൻസ് വെച്ചാണെങ്കിലും എക്സ്പീരിയൻസ് വെച്ചാണെങ്കിലും. ഈവൻ ഫോർവേഡ്സ് ഏറ്റവും സ്ട്രോങ് റാഫേലിയാവോ, ജോ ഫെലിക്സ്, ഡിയോഗോ ജോത്ത. ഇപ്രാവശ്യം ജോത്താണ് ഇന്ത്യക്ക് പ്ലെയർ ലാസ്റ്റ് വേൾഡ് കപ്പിൽ. മിഡ്ഫീൽഡ് ആണ് ഹൈലൈറ്റ്. മിഡ്ഫീൽഡിൽ ഇപ്പൊ റൈസിംഗ് ടാലന്റ് ജോ നെവസ്. കാരണം ഞാൻ ജോ നെവസിനെ ഗാവി അതേ ലെവലിൽ പ്രൊജക്ട് ചെയ്യുന്ന പ്ലെയർ ആണ് ജോ നെവസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോ നെവസ് ഇൻസൈസീവ് പാസസ്, ഇന്റർസെപ്ഷൻസ്, ടാക്കിൾ, ഓവറോൾ പാക്കേജ് ആണ്. ആള് കംപ്ലീറ്റ് പാക്കേജ് ആണ്. നെഗറ്റീവ് സൈഡ്സും ഉണ്ട് പ്രത്യേകിച്ച് ഏരിയലി. ഷോർട്ട് പ്ലെയർ അല്ല, ഏരിയയിൽ അത്ര പവർഫുൾ ആയിട്ടില്ല. പക്ഷെ ബോൾ കൺട്രോള് എനിക്കൊന്നും അത്ര ടാലന്റഡ് ആയ മിഡ്ഫീൽഡർ ഇല്ല കറന്റ്ലി പോർച്ചുഗൽ, ജോ നെവസ് പോലുള്ള.
അതാണ് ലാക്ക് ചെയ്തിരുന്നത്. അപ്പൊ ജോൺ നെവസിന് കുറച്ച് അവസരം കൊടുത്താൽ പോർച്ചുഗലിന് ഉപകാരപ്പെടും. ജോൺ നെവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, പളിഞ്ഞ ഈ ഒരു മിഡ്ഫീൽഡ് ട്രൈ ചെയ്തെങ്കിൽ നമുക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും ഒബ്വിയസ്ലി പോർച്ചുഗൽ. റഫേൽ ലിയാവോ, ജോആ ഫെലിക്സ്, പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭാവത്തിൽ വേൾഡ് കപ്പിൽ ഹാട്രിക് അടിച്ച ഗോൺകാലോ റാമോസ് പോലുള്ള പ്ലേയേഴ്സ് ഉണ്ടാവുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇമ്പോർട്ടൻസ് ടീമിൽ എന്തുമാത്രമാണ് ഷാമിൽ? ഓഫ്കോഴ്സ് ക്രിസ്ത്യാനോ ഇസ് എ ലെജൻഡ്, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നാൽ ചിലപ്പോ മീഡിയയുടെ ഒക്കെ പ്രഷറും കാര്യങ്ങളൊക്കെ വരും, ഒരു കളി ഫ്ലോപ്പായെങ്കിൽ തന്നെ. പക്ഷെ മച്ചാന് അൽ നാസറിലൊക്കെ പോയിട്ട് അത്യാവശ്യം ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ തന്നെ ഫ്രണ്ട്ലിയില് ഏതോ ഒരു ടീമില്, എനിക്ക് കറക്റ്റ് പേര് ഓർക്കുന്നില്ല, ഒരു ടീമിനെതിരെ അയർലൻഡ്, അവർക്കെതിരൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ വലിയ വലിയ മാച്ചുകളിലേക്ക് വരുമ്പോ ക്രിസ്ത്യാനോയുടെ പ്രകടനം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കി കാണേണ്ടതുണ്ട്. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം തോന്നുന്നത് ഇപ്പോ സാന്റോസ് ചെയ്ത പോലെ അല്ല, ഈ മാർട്ടിനസും ഫ്രണ്ട്ലിയിലും സൗദി ചെയ്യുമോ എന്ന് ലീഗിൽ കളിക്കുന്നത് നോക്കണം. പോലെയല്ല യൂറോ പോലുള്ള ബിഗ് സ്റ്റേജസിൽ വരുമ്പോൾ. ഇതുവരെ ഇന്റർനാഷണലി അതെ ബിഗ് അതെ. സ്റ്റേജിൽ ക്രിസ്ത്യാനോയെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റൂ. ഫർസീൻ, എനിക്ക് അങ്ങനെ റൊണാൾഡോ അങ്ങനെ പറ്റിയിട്ടില്ലാന്ന് തീർത്ത് പറയാൻ പറ്റും. കാരണം റൊണാൾഡോ ആകെ ഇന്റർനാഷണൽ ടൂർണമെന്റ് മര്യാദക്ക് ഒരു ടൂർണമെന്റ് കളിച്ചു 2016 യൂറോ, അത് സെമി ഫൈനൽ വരെ കളിച്ചിരുന്നു അദ്ദേഹം. പിന്നെ ഇപ്പോ സ്ട്രൈക്കേഴ്സ് ഓപ്ഷന് ആ റൊണാൾഡോ യൂറോയിലെ കാട്ടി. ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോ അല്ല, ആ യൂറോയിലെ ടോപ്പ് സ്കോററും റൊണാൾഡോ അല്ല. പക്ഷെ പോർച്ചുഗലിന്റെ ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോ തന്നെയായിരുന്നു. ആന്റോൺ പോർച്ചുഗൽ ഗ്രീസ്മാൻ അത് ആന്റോൺ ഗ്രീസ്മാൻ ബെസ്റ്റ് പ്ലെയർ ആ ഒരു നമ്മള് പോർച്ചുഗലിന്റെ സമയത്ത് ബെസ്റ്റ് അത് നമ്മള് പ്ലെയർ ഭയങ്കര പ്ലെയർ ആയിരുന്നു. നമ്മളൊരിക്കലും ഒരു പ്ലെയറിനെ ആ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ബേസിസിൽ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ജഡ്ജ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഈ വേൾഡ് കപ്പില് ജൂലിയൻ ആൽവാരസ് അർജന്റീനയിൽ കൊണ്ടുവന്ന ഇമ്പാക്ട്, വേൾഡ് കപ്പ് ബെസ്റ്റ് പ്ലെയറിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 3 അവൻ ഉണ്ടാവില്ല. പക്ഷെ അവൻ കൊണ്ടുവന്ന ഇമ്പാക്ട് വേറെ ലെവലല്ലേ. അതുപോലെ ഇല്ല. തന്നെയാണ് ഈവൻ റൊണാൾഡോ അതെ. ഫോർ പോർച്ചുഗൽ. സീമാൻ റൊണാൾഡോ ഇസ് റൊണാൾഡോ, അതില് ഒരു മാറ്റവും ഇല്ല. റൊണാൾഡോനെ ഇപ്പോ നിങ്ങൾ സൗദി ലീഗില് ഇപ്പൊ മിച്ച് പറഞ്ഞോണ്ട് സൗദി ലീഗിൽ ഗോൾ അടിച്ചു കൂട്ടുന്നു, ഫ്രണ്ട്ലിയില് ഗോൾ അടിച്ചു കൂട്ടുന്നു. ഈ ഫ്രണ്ട്ലി സൗദി ലീഗൊക്കെ ആ ഒരു ഏജില് നമ്മളൊക്കെ വീട്ടിൽ കുത്തിരിന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. ആ ഏജിലും അത്രയും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഗോളിനോട് മാച്ച് വിൻ ചെയ്യാനുള്ള ഒരു ഈഗർ റൊണാൾഡോ ഒക്കെ ഉണ്ട്. സോ കംപ്ലീറ്റ്ലി റൊണാൾഡോന്റെ ഒരു ഫോൾട്ട് മാത്രമല്ല, എന്ത് റൊണാൾഡോ അറോഗന്റ് ആണ്, അത് പോർച്ചുഗലിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അറോഗൻസ് നമ്മളിപ്പോ പ്രായമായിട്ടുള്ളവർക്ക് ഒരു കുട്ടിത്തം അല്ലെങ്കിൽ ഒരു വാശി മൈരാഗൊക്കെ കാണിക്കുമ്പോ നമ്മളത് ഒഴിവാക്കി വിടില്ലേ. ആ ഒരു ഇതായിട്ട് ഒഴിവാക്കി വിടേണ്ട ഒരു കേസേ ഉള്ളൂ പോർച്ചുഗൽ ടീമിന്. അപ്പോ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ട് പോർച്ചുഗൽ ഒരു കാര്യമുണ്ട്. പോർച്ചുഗലിലെ പക്ഷെ സ്റ്റിൽ ബെസ്റ്റ് സ്ട്രൈക്കർ പോർച്ചുഗൽ റൊണാൾഡോ തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കളി ഇപ്പൊ റൊണാൾഡോ ഒരു ഫ്ലോപ്പ് ആയാൽ തന്നെ മീഡിയക്കാര് മൊത്തം അങ്ങേരുടെ മെക്കിട്ടിട്ട് കയറും. അതിപ്പോ ചെറിയ സംഭവമായാൽ തന്നെ ചെറിയൊരു അല്ല, സംഭവമായാൽ തന്നെ കഴിഞ്ഞ വേൾഡ് മീഡിയക്കാർ ഇങ്ങനെ കപ്പ് ക്രിസ്ത്യാനോയുടെ ആ, നിറം മങ്ങിയപ്പോൾ വലിപ്പിച്ചത് ഷാമിലെ വലിയ ഷാമിലെ കൊണ്ടുവരും. ഷാമിലെ റാമോസ് ഒരു ഹാട്രിക് അടിച്ചു. when you dominate a sport for almost 20 years, you are there to be criticized. എത്ര കാലം ഡോമിനേറ്റ് ചെയ്തെന്ന് നമുക്കറിയില്ല റൊണാൾഡോ. 2003-4 സീസൺ മുതൽ. ഓഫ് കോഴ്സ്. അപ്പോ റൊണാൾഡോന്റെ ഒരു ഡ്രോബാക്സ് ഒക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് ശരിക്കും കത്തി തുടങ്ങിയത്. ലൈക്ക് റൊണാൾഡോ ഒരു കംപ്ലീറ്റ് ഫോർവേഡ്, ടീമിന്റെ ഇൻഫ്ലുവൻസ് കുറവാണെന്നൊക്കെ ഇപ്പൊ പറയുന്നു. ക്രിറ്റിക്സ് റൊണാൾഡോനെ ബാധിക്കും തോന്നുന്നില്ല എനിക്ക് തീർച്ചയായിട്ടും. റൊണാൾഡോന്റെ മെന്റാലിറ്റിയിൽ എന്താ, ഇൻ മൈ മൈൻഡ് ഐ ആം ഓൾവേസ് ദി ബെസ്റ്റ്. ആ ഒരു മെന്റാലിറ്റി പിന്നെ ഇപ്പൊ പോർച്ചുഗലിലെ ബെസ്റ്റ് സ്ട്രൈക്കർ റൊണാൾഡോ തന്നെയാണ്. കാരണം റാമോസ് പറഞ്ഞു, ഇപ്പൊ റാമോസിനെ കുറിച്ച് പറഞ്ഞു ഇൻട്രോ ചോദ്യത്തിൽ. റാമോസ് പറഞ്ഞിട്ട് വേഴ്സ്റ്റ് സീസൺ ആണ് റാമോസിന് കഴിഞ്ഞത് PSG-യില്. അപ്പൊ റാമോസിനെ തീരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്തു ഓൾറെഡി. ഫ്രണ്ട്ലി മാച്ചസ് ബിലോ പാർ പെർഫോമൻസ് ആയിട്ട് റൊണാൾഡോ പോർച്ചുഗൽ റാമോസ് ഒക്കെ ഒരു മൊറാട്ട ടൈപ്പ് സ്ട്രൈക്കർ പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
ഇടയ്ക്കിടയ്ക്ക് പിന്നെ എന്താ വേറൊരു കേസ് പറഞ്ഞാല് ചാൻസുകളൊന്നും കൺവേർട്ട് ചെയ്യൂല. വേറൊരു കേസ് എന്ന് പറഞ്ഞാല് ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ്. റൊണാൾഡോ അതാണ് ആണ്. അത്രേ ഉള്ളൂ. അത്രേ ആ ഉള്ളൂ. അതെ ഇന്ത്യൻ അതെ 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 റൊണാൾഡോ ഒരു അതില് 10 ഏറ്റവും മാച്ചിൽ ഈ ഗോൾ റൊണാൾഡോ അടിച്ചില്ല എന്ന് വെച്ചിട്ട് 11ാമത്തെ മാച്ചിൽ റൊണാൾഡോനെ ടീമിൽ എടുക്കാണ്ടിട്ടില്ല. അതില് റഫേലിയോ റൊണാൾഡോ ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് വന്നാൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ബ്രൂണോ ഫെർണാണ്ടസ് കമ്പാരിറ്റീവ്ലി അവന്റെ ആ ഒരു പീക്ക് സീസൺ എന്ന് പറഞ്ഞാൽ ഒരു 2020 ആ ഒരു യുണൈറ്റഡിൽ വന്ന ആ ഒരു ടൈമിലായിരുന്നു അവന്റെ പീക്ക് സീസൺ. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ഹീ സ്റ്റിൽ ദർ. പക്ഷെ എവിടേക്കോ ഒരു മേ ബി ആ ഒരു പാഷൻ ആക്കിയെന്ന യുണൈറ്റഡിലെ ടീം മൊത്തത്തിൽ ഒരു ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ് അങ്ങനെ കുറെ ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഒരു പാഷൻ ആക്കിയെന്നായിരിക്കും. എവിടേക്കോ ആളൊന്ന് ഡൗൺ ആയി വന്ന പോലെ ഉണ്ട്. ഈ യൂറോസിൽ കണ്ടറിയണം. ആൻഡ് സ്റ്റിൽ ഐ ബിലീവ് ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേ മേക്കേഴ്സ് ഇൻ ദിസ് യൂറോ. ആള് പോർച്ചുഗൽ ഒരു പിന്നെ ഇമ്പാക്ട് ഒരു കൊണ്ടുവരാൻ കാര്യം മൂപ്പരുടെ കുറച്ച് നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ട്. പ്രത്യേകിച്ചിട്ട് മൂപ്പര് ചില സമയത്ത് അനാവശ്യമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ യുണൈറ്റഡിലായി കഴിഞ്ഞാലും കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, പ്ലെയർ ഈ പോർച്ചുഗലിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് സോഴ്സ് ബ്രൂണോ ഫെർണാണ്ടസ് ബ്രൂണോ ഫെർണാണ്ടസ് മാത്രമാണ്. ഉള്ളൂ. അതെ, സത്യം. ഇമ്പാക്ട് ഓക്കെ. അപ്പോ ഏറ്റവും ക്രൂഷ്യൽ പ്ലെയർ റൊണാൾഡോക്കൊപ്പം തന്നെ ബ്രൂണോ ആയിരിക്കും. ബ്രൂണോ വിങ് ബാക്സ് ഇവരാണ് ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ബ്രൂണോനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോർച്ചുഗലിനൊക്കെ ഒരു പ്ലെയർ ചിന്തിക്കാൻ പറ്റൂല. ഈവൻ ബെർണാഡോക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ പെർസ്പെക്റ്റീവ് ബെർണാഡോക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളത് ബ്രൂണോ തന്നെയാണ്. ബ്രൂണോ തന്നെ. ക്രിയേറ്റീവ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അറ്റ് എൻഡ് ഓഫ് ദി ഡേ ചാൻസസ് ആർ മിഡ്ന്ന് കുറച്ച് റിസ്ക് ഉള്ള പാസസ് വരണമെങ്കിൽ ബ്രൂണോ തന്നെ വിചാരിക്കണം. ഇപ്പോ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, കാൻസലോ ഉണ്ട്, ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ റഫേലിയോ ജുവാ ഫെലിക്സ് ഉണ്ട്, ഗോൾ സ്കോർ ചെയ്യാൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയുണ്ട്. അപ്പോൾ എന്തുമാത്രം യൂറോ കപ്പ് അടിക്കാനുള്ള സാധ്യതകളാണ് ഈ ടീമിന് കാണുന്നത് ഫർസീൻ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്റെ ടോപ്പ് 3 ഫേവറേറ്റ്സ് വരുന്നത് ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ ആണ്. പോർച്ചുഗൽ ഇപ്പോ ലാക്ക് ചെയ്യുന്നുണ്ട് ഒരു എന്തൂസിയാസം ഈ മാർട്ടിനസ് വന്നതിന് ശേഷം അതുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയ കോച്ചാണ്, കുറച്ചും കൂടി മോട്ടിവേറ്റിംഗ് കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ടാക്ടിക്കൽ ചേഞ്ചസ് ഉണ്ട്. ബാക്ക് ത്രീ ആയിട്ട് മാറിപ്പോ നമുക്ക് തോന്നുന്നു ബാക്ക് ത്രീ ആവാനാണ് ചാൻസ് പോർച്ചുഗൽ. അതുകൊണ്ട് സ്ട്രോങ് ബാക്ക് ത്രീ ആയിരിക്കും. കാരണം സെൻട്രൽ റൂബൻ ഡിയാസ്, രണ്ട് സൈഡില് മറ്റേ ആന്റോണിയോ സിൽവാവും പിന്നെ വിനാസിയോ വർക്കിയിട്ടും പക്ഷേ ബെസ്റ്റ് ബാക്ക് ത്രീ വെറുക്കാൻ പറ്റുമായിരിക്കും പോർച്ചുഗലിന്. അതുകൊണ്ട് എനിക്ക് സോളിഡ് ചാൻസസ് ഉണ്ട് പോർച്ചുഗലിൽ. പക്ഷെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് റൊണാൾഡോ പെർഫോം ചെയ്താലേ നമുക്ക് തോന്നുന്നു പോർച്ചുഗലിന് എന്തെങ്കിലും നേടാൻ പറ്റൂ. അത് പലതവണ പ്രൂവ് ചെയ്തോട്ടെ. ലാസ്റ്റ് വേൾഡ് കപ്പ് റൊണാൾഡോ ഇല്ലാണ്ട് അവർ പ്രൂവ് ചെയ്യാൻ പോയപ്പോ നമുക്ക് കണ്ടല്ലോ സംഭവം എന്തായിരുന്നു മൊറോക്കോയൊക്കെ. ഒരു മാച്ചിൽ അവർ 6 ഗോൾ അടിച്ചപ്പോ അവർ അതേ ടാറ്റിക്സ് എടുത്ത് അടുത്ത മാച്ചിൽ പോയി. അത് വട്ടത്തിൽ അതാണ് പോയത്. അതില് ചില പ്ലെയേഴ്സിന്റെ പെർഫോമൻസ് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസും അതില് ഇൻക്ലൂഡഡ് ആണ്, ഇല്ലാന്നൊന്നും പറയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോർച്ചുഗലിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഒരു ക്ലബിന് കളിക്കുമ്പോ യു ഗെറ്റ് പെയ്ഡ് ഫോർ പ്ലേയിങ് ഫോർ ദം. നാഷണൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തില് ഈ മിലിറ്ററി സർവീസ്, നേവൽ സർവീസ് ഇതൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാഷണൽ ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ. രാജ്യത്തിന് വേണ്ടി ഇപ്പോ രാജ്യത്തിന് വേണ്ടി ചാവണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളവരായിരിക്കണം ശരിക്കും പറഞ്ഞ. അതെ, ഈ രാജ്യത്തിന് വേണ്ടി പോർച്ചുഗൽ ഓൾമോസ്റ്റ് എത്രയോ ലക്ഷം ആൾക്കാരുള്ളതിൽ യു ആർ ദ ഫിറ്റ് 11 ടു പ്ലേ ഫോർ യുവർ നേഷൻ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ പോർച്ചുഗൽ പ്ലേയേഴ്സ് കളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് റിസൾട്ട് ഫെച്ച് ചെയ്യാൻ പറ്റും. ഫർസി പറഞ്ഞ പോലെ തന്നെ ഒരു ലാക്ക് ഓഫ് എൻതൂസിയാസം, ഒരു പേട്രോട്ടിസ് ഇല്ലാണ്ട് പോർച്ചുഗൽ പ്ലേയേഴ്സ് കളിക്കുന്നതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് എന്റെ നാഷണൽ ടീം വേൾഡ്സ് ബെസ്റ്റ് ആവണം. ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അർജന്റീന ടീമിൽ കണ്ടിട്ടുണ്ട്. മെസ്സിയുടെ ആ ഒരു അർജന്റീന ടീമിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു പാട്രോട്ടിസം, ആ ഒരു ഡെഡിക്കേഷൻ, അതൊന്നും ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ പോർച്ചുഗൽ വെൻ വി കമ്പയർ ഗോഡ്സ് വി കമ്പയർ ദെയർ ടീം ടു റൈറ്റ്. അപ്പൊ അർജന്റീനയുടെ പോർച്ചുഗലിൽ നോക്കുമ്പോൾ
അർജന്റീന കഴിഞ്ഞ ഒരു റീസെന്റ് 4 ഇയേഴ്സിൽ ഇത്രയും ഹൈ സക്സസ്ഫുൾ ആവാനുള്ള മെയിൻ റീസൺ ലിറ്ററലി ഓൾ ഓവർ ദി വേൾഡ് ആൾക്കാർ മൊത്തം അവരുടെ മാച്ച് കാണാനായിട്ട് ഈവൻ അഗെയിൻസ്റ്റ് ക്വാർട്ടർമാല തന്നെ ആ ഒരു മാച്ചിൽ തന്നെ ഇഷ്ടംപോലെ പേര് കാണാനുണ്ട്. പക്ഷെ പോർച്ചുഗലിന്റെ ഒരു ഫ്രണ്ട്ലി അയർലാൻഡിൽ വരുമ്പോൾ ആൾക്കാർ കാണാനുണ്ടാവില്ല. ആ ഒരു പാഷനും ഡെഡിക്കേഷനൊക്കെ ഈവൻ നമ്മൾ വേറൊരു രാജ്യത്തുള്ളവരാ നമുക്ക് തന്നെ കാണാൻ കൊതി ഉണ്ടാവും. അത് ഫുട്ബോൾ നമ്മൾ ആസ് എൻ എന്റർടൈനിങ് സ്പോർട്ട് നമ്മൾ കാണും. അപ്പോ ആ ഒരു എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവില് നമുക്കും അതുപോലെ തന്നെ അവരുടെ രാജ്യത്തുള്ളവർക്കും ഇത് ഒരു അപ്രോച്ച് പോർച്ചുഗലിന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ മേ ബി അതായിരിക്കാം പോർച്ചുഗലിന് ബിഗ് സ്റ്റേജസിലേക്ക് ഇപ്പോ റൊണാൾഡോ എന്നൊരു പ്ലെയർ മാത്രം എപ്പോഴും വിചാരിച്ച കാര്യമില്ല. റൊണാൾഡോ ഈസ് എ ക്ലച്ച് പ്ലെയർ, ഐ അഗ്രി. പക്ഷെ എപ്പോഴും റൊണാൾഡോനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഹീസ് എ ഫോർവേഡ്. ഇപ്പൊ 5 ഗോള് ഫുട്ബോൾ ഇസ് എ കൺസിഡർ ടീം ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം. റൊണാൾഡോന്റെ പേരിലിട്ടിട്ട് കാര്യമില്ല. റൊണാൾഡോക്ക് ഒരു ഫോർവേഡ് ഫുട്ബോൾ ആണ്, ഇസ് എ ഇപ്പോ ടീം എല്ലാവരും ഗെയിം. പറയും. ഒരാളെ മാത്രം അപ്രോച്ച് ചെയ്തിട്ട് കളിക്കുന്നതല്ല. അതല്ല ഡിപ്പെൻഡ് മാത്രം ചെയ്ത് കൊണ്ടാണ് അവർ ഇപ്രാവശ്യം യൂറോയിലേക്ക് ഇറങ്ങുന്നതെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അത്രയ്ക്കും മികച്ച ഇല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് അവർക്ക് ഇപ്രാവശ്യം ഉള്ളത്, അല്ലെ ഫർജി? അതെ അത് തന്നെ. കാരണം ഇപ്പോ അർജന്റീന പോർച്ചുഗൽ ഇപ്പോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ക്വാഡ് വൈസ് പ്ലേയേഴ്സ് ബെറ്റർ ഒബ്വിയസ്ലി പോർച്ചുഗലാണ്. പക്ഷെ അതെ എന്താണ് അവിടെ മുന്നിട്ട് നിൽക്കുന്ന കാര്യം എന്താണ്? ഒരു എന്തൂസിയാസം, പാട്രിയോട്ടിസം, അതൊക്കെ അർജന്റീന പ്ലേയേഴ്സിന് ഇഷ്ടംപോലെ. അവർക്ക് ഈ ക്ലബ് ലെവലുള്ള പെർഫോമൻസ് നാഷണൽ ടീമില് അല്ല വരുന്നത്. നാഷണൽ ടീമില് വരുമ്പോ വേറൊരു പ്ലേയേഴ്സ് ആയിട്ട് മാറുകയാണ്. ക്ലബ് ലെവൽ ആവറേജ് പൂവർ പെർഫോമൻസ് ചെയ്ത ആൾക്കാരുടെ വേൾഡ് ക്ലാസ് ലെവലിലേക്ക് അർജന്റീന ടൂർണമെന്റ് എത്തുമ്പോൾ മാറുന്നുണ്ട്. അതേപോലെ പോർച്ചുഗൽ നേരെ തിരിച്ചാണ് അവസ്ഥ. ഈ ക്ലബ് ലെവലില് ബെസ്റ്റ് ഇൻ ദ വേൾഡ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ് ഷോ കിട്ടുന്ന പ്ലേയേഴ്സ് എല്ലാം നാഷണൽ ടീമിൽ എത്തിയിട്ടാകുമ്പോ പ്രഷർ എനിക്ക് തോന്നുന്നില്ല. ലാക്ക് ഓഫ് എന്തൂസിയാസം അതന്നെ, അതാണ് മെയിൻ പ്രശ്നം. പ്രഷർ എന്ന് തന്നെ പറയാൻ പറ്റില്ല എന്തായാലും. കാരണം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പെർഫോം ചെയ്ത ഒരു പ്ലേയേഴ്സ് എല്ലാം കെമിസ്ട്രി ഇല്ലായ്മ യൂറോ വേണമെങ്കിൽ പറയാം. കെമിസ്ട്രി ഇല്ലായ്മ, കെമിസ്ട്രി ഗെയിമിനെക്കാളും ഡ്രസ്സിംഗ് റൂമിൽ കെമിസ്ട്രി ഇല്ലായ്മ പോർച്ചുഗലിനുണ്ട് എന്തായാലും. അത് എന്തായാലും അത് പരോക്ഷമായിട്ട് പിച്ചിലേക്ക് വരുമ്പോൾ നല്ല ആൾക്കാർക്ക് രീതിക്ക് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറ്റുന്നുണ്ട്. നമ്മളെ ഫാൻസിന് ഒരിക്കലും ഡ്രസ്സിംഗ് റൂമിലേക്ക് ആക്സസ് ഇല്ല. പക്ഷെ നമുക്ക് ഡ്രസ്സിംഗ് റൂമിൽ ഇഷ്യൂ ഉണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നത് പിച്ചിലുള്ള അവരുടെ ഒരു കെമിസ്ട്രി, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ആ ഒരു ജസ്റ്റ് നമുക്ക് മനസ്സിലാവും. പിച്ചിലുള്ള ജസ്റ്റ് നമുക്ക് മനസ്സിലാൻ പറ്റും അവിടെ ഈ ഡ്രസ്സിംഗ് റൂമിലുള്ള ഇഷ്യൂസ് എല്ലാം. ഈവൻ ചില പ്ലേയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ ഒരു ഇപ്പോ റൊണാൾഡോനെ കുറിച്ച് റൊണാൾഡോ ആണോ നിങ്ങൾ എന്ന് പറയുന്നു ഏറ്റവും ഐക്കൺ പ്ലെയർ, അങ്ങനെ ഇമ്പോർട്ടന്റ് പ്ലെയർ വയ്ക്കുമ്പോൾ ചില ആൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടിയുണ്ട്. അത് അംഗീകരിക്കുന്നത് തെറ്റില്ല. കാരണം റൊണാൾഡോ ബ്രൂണോ തന്നെയാണ് അവരുടെ ഇമ്പോർട്ടന്റ് പ്ലെയർ. ഇതിന്റെ അടുത്ത് ക്യാൻസലോ ചോദിച്ചു, ക്യാൻസലോ പറഞ്ഞു നമുക്കിങ്ങനെ ഇന്ന് ഇമ്പോർട്ടന്റ് പ്ലെയർ ഒന്നുമില്ല, എല്ലാ പ്ലെയേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സൈഡ് വന്നു. പക്ഷെ നേരെ തിരിച്ച് അർജന്റീനയെ കുറിച്ച് അങ്ങനെ അതേ ചോദ്യം ചോദിച്ചെങ്കിൽ അർജന്റീന സ്ക്വാഡ് ഒന്നുമില്ല. അർജന്റീന നാഷണൽസിൽ ഓരോ മനുഷ്യന്മാരോട് പോയി ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉണ്ടാവും. മെസ്സിന്റെ പേര് പറയുന്നു. മെസ്സിയുടെ പേര് പറയും. പക്ഷെ നമ്മളിപ്പോ മെന്റലി ഉള്ള സൈഡ് മാറ്റി നിർത്തി ടെക്നിക്കൽ സൈഡിലോട്ട് വന്ന CB പെയറിംഗ് മിക്കവാറും റൂബൻ ഡയാസും പെപ്പെ ആയിരിക്കുമല്ലോ. അപ്പൊ ഡിഫെൻസീവ് ലൈൻ എങ്ങനെയായിരിക്കും ഷാമിൽ? എനിക്ക് തോന്നുന്നു ഗോൺസാലോ ഇനാസിയും റൂബൻ ഡയാസും ആവാനാണ് ചാൻസ്. കാരണം പല കളികളിലും മാർട്ടിനസ് ട്രൈ ചെയ്ത ഒരു പെയറിംഗ് ആണ്. അപ്പോ ബാക്ക് 3 വെച്ചാണ് കൂടുതൽ കളിക്കാറുള്ളത് മാർട്ടിനസ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ബാക്ക് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്തൊക്കെ അത്യാവശ്യം റിസൾട്ടും കിട്ടിയിട്ടുണ്ട് പോർച്ചുഗലിന്. അപ്പോ പഴയ പോലെ എനിക്ക് തോന്നുന്ന ഈ 3CD സിസ്റ്റം തന്നെ ആയിരിക്കും റോബർട്ടോ മാർട്ടിനസ് അപ്രോച്ച് ചെയ്യാൻ ചാൻസ്. കാരണം പെട്ടെന്ന് ഒരു ടൂർണമെന്റ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നില്ല. ഇനാഷിയസും അതുപോലെ തന്നെ ഡയാസും പെപ്പയും ഒരു ട്രൈ ചെയ്യുക. ഇനി അത് ഗ്രൂപ്പ് സ്റ്റേജിൽ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നോക്കൌട്ടിൽ വരുമ്പോഴേക്കും ആ ഒരു തേർഡ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് വരുമ്പോഴേക്കും അവർ ചിലപ്പോൾ ചേഞ്ച് പറ്റുമായിരിക്കും. 3CB തന്നെ ഞാൻ റൂട്ട് ചെയ്യുന്നത്. അവിടെ അന്റോണിയോ സിൽവ കൂടി ഉണ്ട്. നമ്മള് പാഷനേറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോ ആ ഒരു പോർച്ചുഗൽ സ്ക്വാഡിൽ കോമ്പറ്റീഷൻ തന്നെ കൂടി ഏറ്റവും ഉണ്ടാവും. പാഷനേറ്റ് ആയിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് പെപ്പെ. അപ്പോ പെപ്പെ പുറത്തിരുത്തുന്നത് എന്തുകൊണ്ട് ഒരു മണ്ടത്തരമായ ഒരു ഡിസിഷൻ ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഫർജി പെപ്പയുടെ എക്സ്പീരിയൻസ്
ഗെയിമിനോടുള്ള പാഷൻ, കാരണം അദ്ദേഹം കുറച്ച് വെറ്ററൻ പ്ലെയർ ആണ്. ഇപ്പോഴത്തെ മോഡേൺ പ്ലേയേഴ്സിന് കുറച്ച് ഗെയിമിനോടുള്ള എന്തോസിയാസം പൊതുവെ കുറവെന്ന് എല്ലാ പുണ്ഡിറ്റ്സിലുള്ള അഭിപ്രായമുണ്ട്. പെപ്പയ്ക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവാൻ പറ്റും, പക്ഷെ കളിയിൽ എനിക്ക് തോന്നി ഇപ്പൊ കളി മൊത്തം ഫാസ്റ്റ് ആയി. ഇപ്പൊ പേസി ഗെയിംസ് ആണ്, അല്ല സ്പീഡ് ഗെയിംസ് ആണ്. ഇപ്പോൾ പെപ്പയ്ക്ക് ഡ്രസ്സിംഗ് റൂമിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗെയിംസിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല പെപ്പയുടെ ആവശ്യമുണ്ടെന്ന്. കാരണം ആന്റോണിയോ സിൽവ, ഗോൺകാലോ ഇനോസിയോ ഈ രണ്ട് പ്ലേയേഴ്സ് ഉണ്ട് ബാക്ക് ത്രീ ഫോം ചെയ്യാൻ പോർച്ചുഗലിന് വേണ്ടി. അപ്പൊ പെർഫെക്റ്റ് വെൽ ബാലൻസ്ഡ് സെൻട്രൽ റൂബൻ ഡിയാസ്, ആന്റോണിയോ സിൽവ, ഗോൺകാലോ ഇനോസിയോ ലെഫ്റ്റ് സൈഡ്, വിംഗ് ബാക്സ് കാൻസലോ ഡാലോ, രണ്ടും ഓവർലാപ്പിംഗ് ബെസ്റ്റ് വിംഗ് ബാക്സ് ആണ് ക്രോസിങ്ങിനല്ല. അപ്പൊ ഓർക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. അതുകൊണ്ട് പെപ്പയുടെ ഉപകാരം മെന്റർ എന്ന രീതിയിൽ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാം, മാക്സിമം എവിടെ വരെ എത്തും അവിടെ വരെ മോട്ടിവേറ്റ് ചെയ്താൽ പെപ്പേന്റെ ജോലി. പിന്നെ വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ടൈം ഇപ്പൊ എക്സ്ട്രാ ടൈമിലോ ഈ ഡിഫെൻഡ് ചെയ്യുന്ന ക്രിട്ടിക്കലായിട്ട് വരുന്ന സിറ്റുവേഷൻ ഇല്ല, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം പെപ്പേനെ. അങ്ങനെയാണ്, കാരണം മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട ആ ടൈം ഒക്കെ കഴിഞ്ഞു. പെപ്പ ഡിഫൻഡർ സെൻട്രൽ ബാക്ക് ഓക്കെ, നമ്മൾ ബാക്ക് ടു ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് വന്നാൽ ഈ യൂറോയിൽ എത്രമാത്രം, ഇതൊരു മണ്ടത്തരം ചോദ്യമായിരിക്കാം ചിലപ്പോ, എത്രമാത്രം ഗോളുകൾ ക്രിസ്ത്യാനോയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രോഹിത്? അറൌണ്ട് 4 to 6. റൊണാൾഡോന്റെ ഫോം വെച്ചിട്ടല്ല, റൊണാൾഡോന്റെ ഗെയിമിനോടുള്ള ഒരു അപ്രോച്ച് ഇതൊക്കെ വെച്ചിട്ട് 4 to 6 ആ ഒരു റേഞ്ച്, 4, 5, 6 ഗോൾസ് എന്തായാലും പ്രതീക്ഷിക്കാം. 4 to 6 ഗോളായ ചിലപ്പോ ഗോൾഡൻ ബൂട്ടിലേക്കുള്ള ഒരു കണ്ടന്റ് ആയിരിക്കാം ക്രിസ്ത്യാനോ അല്ലേ? അതെ, പക്ഷേ അവിടെയും എന്റെ അഭിപ്രായത്തിൽ ഈ യൂറോയിലായിരിക്കും മേ ബി ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിന് ഏറ്റവും ബെസ്റ്റ് ഗോൾ വരാനുള്ള ചാൻസ്. ആൻഡ് ഐ റൂട്ട് എംബാപ്പെ ഫോർ ദാറ്റ്. ഒബ്വിയസ്ലി എംബാപ്പെ ഈസ് ദ ബെസ്റ്റ് ഫോർവേഡ് ഇൻ യൂറോ കപ്പ് റൈറ്റ് നൗ. എംബാപ്പെ ഒരു 8-10 ആ റേഞ്ചിൽ ഗോൾസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. 10. Yep. ഓക്കെ, ഫർസീൻ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ സ്കോറിംഗ്? എനിക്ക് തോന്നുന്നു ആ റേഞ്ചിലാണ്, 4-6 ആ റേഞ്ചില്. പക്ഷെ ഈ യൂറോയിൽ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ബൂട്ട് നല്ല ഹൈ റേറ്റ് ഗോൾ വരും. കാരണം ഇപ്പൊ ഗോൾ മഴയാണ് ഗെയിം വീക്ക് തുടങ്ങിയ മുതൽ വരുന്നത്. എല്ലാ മാച്ചും 3 to 4 ഗോൾസ് എന്തായാലും വരുന്നത് കാണുന്നുണ്ട് ഇപ്പൊ. അപ്പൊ എനിക്ക് തോന്നുന്നത് കാരണം ഫുട്ബോൾ അങ്ങനെ ഒരു എന്താ ഓപ്പൺ അറ്റാക്കിംഗ് പ്ലേയിലോട്ടേക്ക് സ്വിഫ്റ്റ് ചെയ്തിരുന്നു, എസ്പെഷ്യലി യൂറോപ്യൻ ഫുട്ബോൾ. അപ്പോ ഗോളുകളുടെ എണ്ണം കൂടും, ഗോൾ സ്കോറേഴ്സിന്റെ എണ്ണം കൂടും, കോമ്പറ്റീഷൻ കൂടും. അപ്പൊ എന്തുകൊണ്ടും ക്രിസ്ത്യാനോക്കും പോർച്ചുഗലിനും ഒക്കെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. റോഹിത് പറഞ്ഞ പോലെ എംബാപ്പയ്ക്ക് തന്നെ ചാൻസ്. കാരണം ഇപ്പൊ വേൾഡിൽ മോഡേൺ ഫുട്ബോൾ വേൾഡിൽ ഏറ്റവും ആപ്റ്റ് ആയ പ്ലെയർ ആണ് എംബാപ്പെ. അപ്പൊ ഈ ബെസ്റ്റ് പ്ലെയർ യൂറോ പറഞ്ഞാൽ യൂറോയിലെ ബെസ്റ്റ് പ്ലെയർ എംബാപ്പയാണ്, ഡൗട്ടും ഇല്ല. അതുകൊണ്ട് എംബാപ്പയ്ക്കായിരിക്കും സാധ്യത കൂടുതൽ ഗോൾഡൻ ബൂട്ട്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ടീമിനും നല്ലൊരു യൂറോ റൺ തന്നെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ബൈ.